ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ഒരു മലയാളി സ്റ്റോറിക്കാണ്. ഇവിടെ ഷെഫീൽഡിൽ ഒരു മൂന്ന് മലയാളി സ്റ്റോർ ഉണ്ടായിട്ട് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളുടെയൊക്കെ വില എന്തൊക്കെയാണെന്ന് അറിയാം. നാട്ടിലുള്ള സാധനങ്ങളുടെ ഇവിടുത്തെ വില എന്താണെന്ന് അറിയാം. നമുക്ക് അവിടെ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും. നമ്മളേതായാലും കണക്കിന് സാധനങ്ങൾ മേടിക്കാമെന്നുള്ള ധാരണയിലാണ് പോകുന്നത്. ഒന്നോ രണ്ടോ സാധനങ്ങൾ മേടിച്ചാലായി എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കാണാം. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ ദൂരം നടക്കാനായിട്ടുണ്ട്. ഈ എൻ്റെ വീഡിയോയ്ക്ക് വേറൊരു നാമം കൂടി ഉണ്ട് ഇംഗ്ലീഷിൽ. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതേതായാലും അവിടെ എത്തിയിട്ട് നോക്കാം. അങ്ങനെ നടന്ന് നമ്മൾ എൻ്റെ വീഡിയോയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് വേറെ എന്തോ ഒരു ഇംഗ്ലീഷ് പേര് കൂടിയിട്ട് അത് നോക്കി നോക്കട്ടെ. അല്ല, എൻ്റെ വീഡിയോ എന്ത് അതെ, എൻ്റെ വീഡിയോ 7 മണി തൊട്ടിട്ട് 10 മണി വരെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ഷോപ്പിനകത്തേക്ക് കയറി. ആദ്യം പോയത് ഫ്രോസൺ ഐറ്റംസ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. തേങ്ങ ചെരുകിയത് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പൗണ്ട് 69 പെൻസാണ് അതിന് ചിലവായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ കുറേ നേരം നിന്ന് നമുക്ക് പറ്റിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഷെഫീൽഡിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വരാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഈ ഷോപ്പുള്ളത്. നമ്മൾ 1 കിലോൻ്റെ കൊള്ളി മേടിച്ചിട്ടുണ്ട്. 2 പൗണ്ട് 79 പെൻസായിരുന്നു ആ മുറിച്ച കൊള്ളിയുടെ വില. അവിടെ പിന്നെയും പുട്ട്, ഇടിയപ്പം പോലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഫ്, അങ്ങനത്തെ പല വെറൈറ്റി സാധനങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനിൽ നിറച്ച് സ്വീറ്റ്സ് ആയിരുന്നു. ലഡു, ജിലേബി, പഴംപൊരി, അങ്ങനെ. പിന്നെ നമ്മളെടുത്തത് മീനാണ്. 600 ഗ്രാം തൂക്കമുള്ള ക്ലീൻ ചെയ്ത ആ മീനിൻ്റെ വില 3 പൗണ്ട് 89 പെൻസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തത് ഒരു പാക്കറ്റ് കടുകാണ്. 1 പൗണ്ട് 10 പെൻസിൻ്റെ കടുകെടുത്തതിൻ്റെ തൊട്ട് സൈഡിലിരിക്കുന്നതാണ് ഈ ഫ്രിഡ്ജ്. അതിൽ കറിവേപ്പില, പയർ, കൈപ്പയ്ക്ക, വെണ്ടക്കായ, തക്കാളി, പച്ചമുളക് തുടങ്ങിയ സാധനങ്ങളൊക്കെ നല്ല ക്ലീനായിട്ടും നീറ്റായിട്ടും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്നും എടുത്തില്ല. അവിടെ നിന്ന് നേരെ പോയത് പൊടികളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ നിറപറ, ബ്രാഹ്മിൻസ്, പിന്നെ ഡബിൾ ഹൂൾസ്, അങ്ങനെ ഒരുപാട് കമ്പനികളിലെ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ട്. പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, റവ, മൈദ, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ പല ടൈപ്പ് പൊടികളും ഇവിടെ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള എല്ലാവിധ പൊടികളും ഇവിടെ ഉണ്ട്. ദോശയുടെ ഇതും, പിന്നെ സാമ്പാർ പൊടി, പത്തിരി പൊടി, പിന്നെ ഓട്സ് പുട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഓരോന്നും പ്രത്യേകം എടുത്ത് കാണിക്കാത്തത്. ഒരു കിലോയുടെയും 2 കിലോയുടെ ഒന്നും പുട്ടുപൊടി പോരെങ്കിൽ ഇവിടെ അത് 5 കിലോയുടെയൊക്കെ വലിയ വലിയ പാക്കറ്റ് പൊടികളിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി കിറ്റ്, അങ്ങനെ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് ഈ പപ്പടവും പൊരിയൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ. പപ്പടത്തിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് കേരള പപ്പടം എന്ന്. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ നാടായ ഗുരുവായൂരിൽ വന്ന പപ്പടമാണെന്ന് കണ്ടു. പിന്നെ എടുത്തത് ചെറുപയറാണ്. 3 പൗണ്ട് 25 പെൻസാണ് ചെറുപയറിൻ്റെ വില. വൻപയർ എടുത്തു. വൻപയറിൻ്റെ വില 3 പൗണ്ട് 19 പെൻസ്. പിന്നെ സാമ്പാർ പരിപ്പ് എടുത്തു. അതിൻ്റെ വിലയാവട്ടെ 3 പൗണ്ട് 29 പെൻസ്. പിന്നെ നോക്കിയത് മുകളിലെ റാക്കിലേക്കാണ്. അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് പല തരത്തിലുള്ള അച്ചാർ. മാങ്ങച്ചാറ്, പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ, ബീഫിൻ്റെ അച്ചാർ, മീൻ അച്ചാർ, ചെമ്മീൻ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ പേരിൽ പല വെറൈറ്റി അച്ചാറുകൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. അതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു അച്ചാർ എടുക്കേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ ബ്രാഹ്മിൻസിൻ്റെ ഒരു അച്ചാർ എടുക്കാനായിട്ട് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നെങ്കിലും ഈ കാണുന്ന അച്ചാറാണ് 1 കിലോയുള്ള ഈ നാരങ്ങ അച്ചാറിൻ്റെ വിലയാവട്ടെ 3 പൗണ്ട് 59 പെൻസാണ്.
പിന്നെ നമ്മളൊരു മീറ്റ് മസാല എടുത്തു. 1 പൗണ്ട് 89 പെൻസാണ് അതിൻ്റെ വില. സ്വീറ്റ് ബനാന ലോങ് കട്ട് എന്ന് പറയുന്ന ഈ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനും 1 പൗണ്ട് 89 പെൻസാണ് വില. അത് കഴിഞ്ഞിട്ട് അവിടെ കാണിക്കാനുള്ളത് ബിസ്ക്കറ്റുകളുടെ ഒരു സെക്ഷനാണ്. നമുക്ക് അവിടെ നിന്ന് ബിസ്ക്കറ്റൊന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് പ്രത്യേകമായിട്ട് ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല. എന്നാലും അവിടെയുള്ള ഒരുവിധം ബിസ്ക്കറ്റുകളുടെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചെന്നെത്തി നിൽക്കുന്നത് കോവയ്ക്ക, മുരിങ്ങാക്കോല്, മാങ്ങ തുടങ്ങിയ സാധനങ്ങളുടെ സെക്ഷനിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കൂൾ ഡ്രിങ്ക്സൊക്കെ ഇരിക്കുന്നത്. ഈ വക സാധനമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫാൻഡ, മിറിണ്ട, റോബിക്കോൺ, ബൂസ്റ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക്സ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെ ഒരു ഫ്രൂട്ടിയും ഇരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന 12 കാടമുട്ടയുടെ ഈ പാക്കറ്റിന് വില വന്നത് 3 പൗണ്ട് 49 പെൻസാണ്. പിന്നെ അവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പഴം, ചേന, ചേമ്പ്, കൂർക്ക, അങ്ങനെ സബോള, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ്. അതിൽ പറ്റുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊന്നും പ്രത്യേകമായിട്ട് എടുക്കാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും പറയാത്തത്. പിന്നെ ചിപ്സിൻ്റെ സെക്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. പല നിറങ്ങളിലുള്ള ലേസൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയ ഫീലാണ്. ലേസ് മാത്രമല്ല, കുർക്കുറയും ചീറ്റോസും വരെ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് പ്രത്യേകമായിട്ട് ഒന്നും എടുക്കാത്തത് കാരണം വേഗം ബില്ല് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഈ കടയുടെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കയറ്റി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മേടിച്ചപ്പോൾ ഒരു 31 പൗണ്ട് 60 പെൻസിനുള്ള സാധനങ്ങളാണ് മേടിച്ചുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ വീഡിയോയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇവിടെ ഷെഫീൽഡിലുള്ളവരാണെങ്കിൽ ഒന്ന് ചെന്ന് നോക്കുക. അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് നാട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പറ്റിയ മലയാളി സ്റ്റോറിൽ ഒരെണ്ണമാണ് എൻ്റെ വീഡിയോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം.